ഹലോ ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കർക്കിടക മാസം തീരുമ്പോത്തിന് അതിൻ്റെ ഇടയിൽ പ്ലാവിലത്തോരൻ ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പുറത്ത് കണ്ട് ഇറങ്ങിയപ്പോൾ ഇതാ വെട്ടിട്ട വായ പോലെ നമ്മൾ പ്ലാവിൻ്റെ കൊമ്പ് ഇതാ വീണ് കിടക്കണം. അപ്പോൾ നമ്മൾ അതിൽ ഒരു കൊമ്പൊക്കെ ഉണ്ട് എടുത്തുകാണ്ട് അതിൽ നല്ല തൂമ്പല ഇട്ടാൽ നമുക്ക് വേണ്ടിയത്. അപ്പോൾ അതിൽ കുറച്ച് ഇലയൊക്കെ എടുത്തുകാണ്ട് നമ്മളിതാ പുറത്തുനിന്ന് തന്നെ നല്ല തൂമ്പലൊക്കെ നുള്ളി പറിച്ച് കൊടുന്ന് കാണും നന്നായി കൈകി കണ്ടിതാ ഒത്തുക്ക് കൊണ്ടു നിൽക്കണേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും തൂമ്പ ഇല എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാവില നമ്മൾ ആടുകയൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ ആടുകൾ ഇങ്ങനെ തിന്നുമ്പോൾ വിചാരിച്ചു ആടുകളിങ്ങനെ വല്ലാത്തൊരു സാധനം തിന്നണ മാതിരിയുള്ള ആടുകൾ തിന്നൽ. അപ്പോൾ അത്ര രുചിയോടെയുള്ളവർ തിന്നൽ. അപ്പോൾ ആട് ഈ പ്ലാവിൻ്റെ എല്ലാം തിന്നിട്ട് ആട് മുഴുവനും മരുന്നായി മാറിയിട്ടുണ്ടത്. അപ്പോൾ നമുക്കൊന്ന് നമ്മളെ ആരോഗ്യമൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ആ പ്രമേഹത്തിന് നല്ലതാണ്. പിന്നെ അതുപോലെ ഒരുപാട് ഇതുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ നല്ല തൂമ്പല എടുക്കണം കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പോൾ തൂമ്പലയാണ് നല്ലത്. അപ്പോൾ നമ്മളതിൻ്റെ ആ മൂട്ട നടുവിലുള്ള ആ നാരുണ്ടല്ലോ അത് ഞാൻ അതൊക്കെ കത്രിക്കാണ്ട നമ്മൾ ഇതാക്കേണ്ടത്. ഇനി കൈകൊണ്ട് ഇങ്ങനെ നുള്ളി പറിച്ചാലും മതി. എന്നിട്ട് പിന്നെ നന്നായി ചെറുതാക്കിയുണ്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളതൊക്കെ ഒന്നും ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ കുറച്ചൊന്നും ചെയ്തതിൻ്റെ ശേഷം പിന്നെ ബാക്കി നമ്മളെ മോളാട്ടെ ചെയ്തത്. അപ്പോൾ മോക്കൊക്കെ ഇപ്പോൾ ലീവല്ലേ, സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു പണി കൊടുക്കാൻ നല്ലതുമാണ്. അപ്പോൾ ഇതാ നമ്മൾ അതിങ്ങനെ കയ്യിൽ ആഞ്ഞു പിടിച്ചുകാണ്ട് നമ്മൾ ചെറുതാക്കിയുണ്ട് നുറുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പം നെഞ്ച് വേദന ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ്. ഷുഗറിന് പ്രമേഹത്തിന് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മളെ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല കാര്യങ്ങളാണ്, നല്ലതാണ് കേട്ടോ. നല്ല ഔഷധമാണിത്. നല്ല മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പണ്ടത്തെ കാലത്ത് കഞ്ഞി കുടിക്കാൻ നമ്മൾ ഇതുകൊണ്ട് കയ്യിൽ കുത്തിങ്ങാണ്ട് കഞ്ഞി കുടിച്ചിനി. അപ്പോൾ ആ ചൂടുള്ള കഞ്ഞിക്ക് ഈ പ്ലാവിൻ്റെ ഇല ഇട്ടുകാണ്ട് കഞ്ഞി കുടിക്കുമ്പോൾ അതിൻ്റെ ആ ചൂടിൽ അതിൻ്റെ ആ സത്ത് അതിക്ക് ഇറങ്ങണോണ്ട് അതൊക്കെ നമുക്ക് നല്ലത് കഴിഞ്ഞാൽ അതൊക്കെ ആർക്കാണ് അറിയേണ്ടത്. പണ്ടത്തെ ആൾക്കാർ കയ്യിൽ ഉപയോഗിക്കല്ലേന് പ്ലാവില കയ്യിലാക്കി കുത്തിങ്ങാണ്ട് കഴിക്കലതിനല്ല. അപ്പോൾ അതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഷുഗറിനൊക്കെ നല്ല കാര്യം ഇതാണല്ലോ കേട്ടോ, നല്ല ഔഷധമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. അപ്പോൾ നമ്മൾ ഔഷധമായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ അല്ല കേട്ടോ നമുക്ക് പ്രധാനം. അപ്പോൾ നമ്മൾ അതിന് നല്ല പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നമ്മളിതാ നന്നായി ചെറുതാക്കി അരിഞ്ഞ് ഒന്നും കൂടി ഞാൻ കഴുകിക്കണ്ട. അപ്പോൾ ഒന്നും കൂടി കൈകൊക്കെ വെച്ചിക്കണേ. അപ്പോൾ നമുക്ക് അതൊന്ന് ആവി കയറ്റണം. അപ്പം ഇനി ഇഡ്ഡലി ചെമ്പിലായാലും വേണ്ടിയില്ല, കുക്കറിലായാലും വേണ്ടിയില്ല. കുക്കറിലാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് നല്ലത്. അപ്പോൾ ഞാൻ വേവാതായപ്പോൾ ഒന്നും കൂടി വേവിച്ച്. അപ്പോൾ അതിൽ തന്നെ നന്നായി വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒരു ഇതിലാക്കിക്കാണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ, ഒരു പാത്രത്തിൽ തിരികെ വെച്ചുകാണ്ട് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താൽ അങ്ങനെ ആയിക്കോളും. അപ്പോൾ 2-3 വിസിലൊക്കെ അടിക്കുമ്പോൾ നന്നായി വേവണം കേട്ടോ. അപ്പോൾ നമ്മളത് അടുപ്പത്ത് ഞാൻ ഇതിലായിട്ട് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ. അപ്പോൾ അത് വെച്ചിക്കണേ. അപ്പോൾ നമുക്ക് ഇനി ലേശം അരപ്പുണ്ടാക്കാം. അപ്പോൾ നമ്മളൊരു പൊടി തേങ്ങയും ലേശം നല്ല ജീരകവും പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകും ഇടുന്നുണ്ട്. അത്യാവശ്യം വലിയ എരിവില്ല അങ്ങനത്തെ മുളക് ഇട്ടത്. അപ്പോൾ ഞാൻ ഒരു 3-4 പച്ചമുളകും ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ ലേശം നല്ല ജീരകം ഇട്ടുകാണ്ട് അമ്മയ്ക്ക് ഒന്ന് ചതച്ചെടുക്കട്ടാ. ചമ്മന്തിൻ്റെ പരുവത്തിൽ വെള്ളമൊന്നും കൂട്ടാതെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ചതച്ച് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്തായി നോക്കട്ടത്. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച ഇല എന്തായി നോക്കുക. അപ്പോൾ അതുകൊണ്ട് മുറുകിയിട്ടാണ് കിട്ടണില്ല. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഇതാക്കിക്കാണ്ട് അപ്പോൾ ഇലയൊക്കെ അതാ ഒന്ന് നന്നായി വാടി വന്നിക്കണേ. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഒന്ന് വാടണം. അപ്പോൾ നമുക്ക് കുക്കറിലായ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വാങ്ങി വെച്ചുകാണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചുകാണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിക്കണേ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകാണ്ട് ലേശം കടുക് ഇട്ടുകാണ്ട് മൂപ്പിക്കുക. അപ്പോൾ കർക്കിടക മാസത്തിലാവുമ്പോൾ അധികം പ്രാധാന്യം കൂടില്ല. ഇലകൾക്കൊക്കെ ഔഷധം കൂടുന്ന മാസമല്ലേ. അപ്പോൾ നമുക്ക് ഈ മാസമാണ് ഏറ്റവും കഴിക്കാൻ നല്ലത്. ഇനി നമുക്ക് കയ്യിലൊക്കെ ഒന്ന് കുത്തിക്കാണ്ട് കഞ്ഞിയൊക്കെ കുടിക്കണം കേട്ടോ. അപ്പോൾ ഇല ഇങ്ങനെ ചൂടുള്ള കഞ്ഞിക്ക് കുടിക്കുമ്പോൾ അതിൻ്റെ നീരായിക്ക് ഇറങ്ങണമെന്നാണ് പറയേണ്ടത്. അപ്പോൾ നല്ല ഔഷധമാണ്. ഒന്നിപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളല്ലേ. അപ്പോൾ അതാ കടുകിട്ട് മൂപ്പിച്ചുകാണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടുകാണ്ട് ഒന്നാണ് മൂപ്പിച്ചെടുത്തുക്കണേ. അപ്പോൾ നമ്മൾ ആ വേവിച്ച ഇല ഉണ്ടല്ലോ അത് തീക്കണ്ട് ഇട്ട് കൊടുത്തുകാണ്ട് ഒന്നുണ്ട് ഇളക്കിക്കാണ്ട് കുറച്ച് നേരം വേവിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ തീക്കണ്ടിട്ട് കൊടുത്തുകാണ്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കി വേവിക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് നന്നായി വേവുണ്ടാണ് നല്ലത്. അപ്പോൾ ആ ഇലൻ്റെ ഒരണ്ട് പോവുള്ളൂ. ഒരു ഉരപ്പണിക്കരം. അപ്പോൾ നമ്മൾ അത് പോയി കിട്ടാനാണിത്.
അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ ഇളക്കി ഒന്ന് 2 മിനിറ്റ് നേരം വേവിച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ ലേശം ചെറുപയർ വേവിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആ ചെറുപയർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടില്ല, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഉപ്പ് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടുകാണ്ട് ഒന്ന് ഇളക്കി നന്നായി ഒന്നും കൂടി ഒന്ന് വെന്ത് സെറ്റായിക്കോട്ടെ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയറാട്ടത്. ചെറുപയറിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ ഒരു ലേശം കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കണ്ടിട്ടാ. അപ്പോഴാണ് നല്ലത്. വല്ലാതെ പിന്നെ ഡ്രൈ ആകാതെ നിൽക്കുകയാണ് നല്ലത്. എന്താ വെച്ചാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ലേശം ഒരു അയവ് നല്ലതാണ്. അപ്പോൾ ഞാൻ ലേശം കഞ്ഞിവെള്ളം ഇതിൽ ഒഴിച്ച് കൊടുത്തേക്കണേ. അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാനിട്ടത്. അപ്പോൾ നമ്മളെ തള്ളക്കയിൽ നല്ല തീയൊക്കെ കോരുന്ന തള്ളക്കയിലാട്ടാ. അപ്പോൾ ആരെങ്കിലും കൈകാത്താന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഞാൻ മുൻകൂറായിട്ട് പറയാണ്. അപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് ഇങ്ങനെ കണലൊക്കെ കോരി. അപ്പോൾ അതുകൊണ്ടാട്ടാ കറുപ്പ് നിറായി മാറിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ ചെറുപയറൊക്കെ ആയിക്കിട്ട് നല്ലോണം സെറ്റായിക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ലേശം കൂടി ഉപ്പിടണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ലേശം ഉപ്പിട്ട് കൊടുത്തേക്കണേ. അപ്പോൾ അതൊക്കെ ഉണ്ട് ശരിയായി വന്നിക്കണം കേട്ടോ. അപ്പോൾ ലേശം അയവിലാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം, ലേശം കഞ്ഞിവെള്ളം ഒഴിച്ചതുകൊണ്ട്. അപ്പോൾ അതാ നമ്മൾ അതിക്കുള്ള ചട്ടിണി അരച്ച് വെച്ചില്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ കഞ്ഞിയിൽ കൂട്ടുണ്ടാട്ടെ ഏറ്റവും നല്ലത്. പിന്നെ ചോറിലും കഴിക്കാം, ഏതാ നമുക്ക് വേണ്ടിയിലൊക്കെ കഴിക്കാം. കഞ്ഞിയിലുള്ളമാതിരി സാധനങ്ങളൊക്കെ കൂട്ടാൻ നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഒന്ന് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചാൽ മതി. അത് വെന്തെങ്കിലേ അതിൻ്റെ ഉരം പോവുള്ളൂ എന്ന് ഞാൻ ഒന്നുകൂടി പറയണേ. അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡിയായി വന്നിക്കണം നമ്മൾ. അപ്പോൾ നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കണം. എനിക്കൊരു വൈക്ക് പോവാണ്ട് കേട്ടോ. അപ്പം എൻ്റെ മോന് കൂട്ടാനൊന്നും തിരഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് പൊതിച്ചോറാക്കി ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ എനിക്ക് എടുത്ത് കഴിക്കാൻ നല്ലതാട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ എവിടേക്കും പോകുമ്പോഴൊക്കെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുട്ടികൾ പിന്നെ തിരഞ്ഞെടുക്കാനും കുട്ടികൾക്ക് ഒരു എളുപ്പമായി മാറും. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയിട്ടാ. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അത് ലൈക്ക് ചെയ്യാൻ പറയുകയാണ്. ഇഷ്ടപ്പെട്ടാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ലേശം പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാ. അപ്പോൾ നമ്മളൊരു ഓംലേറ്റ് പൊരിക്കേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ലേശം മുളക് പൊടി ഇട്ടുകാണ്ട് ഓംലേറ്റ് നമ്മൾ വെള്ളപ്പച്ചട്ടിയിലാട്ട പൊരിക്കേണ്ടത്. അപ്പോൾ ഒറ്റ മുട്ടയാണ്. അപ്പോൾ പിന്നെ അതിലാണ് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അതിലാണ് പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡി ആക്കണേ. അപ്പോൾ നമ്മളെ പൊതിച്ചോറുക്കുള്ള ഓംലേറ്റാണ് ഇട്ടത്. അപ്പോൾ അതാ നമ്മൾ പിന്നെ ഇലയൊക്കെ വെട്ടി കൊടുങ്ങാണ്ട് നമ്മൾ ചോറ് വിളമ്പി ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ തോരനായിക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ ബീറ്റ്റൂട്ട് തോരനുണ്ട് അതും ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ലേശം മാങ്ങാച്ചാറും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് ഈ ചെറിയ പൊടിമീനാണ് കേട്ടോ. അപ്പോൾ മീൻ ഞാൻ അതിലിട്ടിട്ടില്ല. അപ്പോൾ ലേശം എരുന്നുണ്ട് ഇനി. അപ്പോൾ അത് പിന്നെ ഫ്രൈ ആക്കിയതുണ്ട്, അതും അതിക്കിട്ട് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ഓംലേറ്റും അതിലാക്കി വെച്ച് അപ്പോൾ നമ്മൾ പൊതിഞ്ഞ് വെച്ച് പോയാൽ പപ്പടും അതിൽ തന്നെ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ മോനക്ക് തിരഞ്ഞെടുക്കണ്ട. പോകാൻ പറയണേ നിങ്ങൾ എവിടേക്കും പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോളൂ വേണ്ടിയിട്ടാന്ന്. പിന്നെ തപ്പാനും തരാനൊന്നും നിൽക്കണ്ട, പൊതി വെച്ചാൽ വയ്ക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.